നമസ്കാരം. ഒരു ഓഫ്സെറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ഹോം ലോൺ വേഗത്തിൽ അടച്ചു തീർക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ ഇൻഫർമേഷൻ ഓൺലൈനിൽ അവൈലബിളുമാണ്. ഒരു ലോൺ വളരെ വേഗത്തിൽ അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് ആദ്യമേ വേണ്ടത് സാമ്പത്തിക അച്ചടക്കം അഥവാ മണി മാനേജ്മെന്റ് ആണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം. ഒന്ന്, റെഗുലറായി നിങ്ങളുടെ ഓഫ്സെറ്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുക എന്നുള്ളതും കുടിശ്ശിക വരുത്താതെ നിങ്ങളുടെ ഹോം ലോൺ കറക്റ്റ് സമയത്ത് അടയ്ക്കുക എന്നുള്ളതും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, $100 നിങ്ങൾ ഓഫ്സെറ്റ് അക്കൗണ്ടിലേക്ക് ഓരോ ആഴ്ചയും അടച്ചു കഴിഞ്ഞാൽ ഓൺ ടോപ്പ് ഓഫ് യുവർ ഹോം ലോൺ റീപേയ്മെന്റ് നിങ്ങൾക്ക് 21 വർഷവും 10 മാസവും നിങ്ങളുടെ ഹോം ലോൺ കാലാവധി കുറയുമെന്ന്. ഇതിന്റെ കാരണം $2 ലക്ഷം പലിശ ഇനത്തിൽ നിങ്ങൾ ലാഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ മാക്സിമം പണം ഓഫ്സെറ്റ് അക്കൗണ്ടിലിട്ട് ബാങ്കിന് പലിശ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു തിയറി പറയുന്നത് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഡെയിലി എന്നുള്ളതാണ്. അപ്പോൾ എത്രയും കൂടുതൽ പണം നിങ്ങളുടെ ഓഫ്സെറ്റ് അക്കൗണ്ടിലുണ്ടോ അത്രയും കൂടുതൽ നിങ്ങൾ പലിശ ലാഭിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓഫ്സെറ്റ് അക്കൗണ്ടിനേക്കാൾ നല്ലത് റീഡ്രോ അക്കൗണ്ട് അല്ലേ? കാരണം റീഡ്രോ അക്കൗണ്ടിന് ഒരു ആനുവൽ ഫീ ഒന്നുമില്ല. ഓഫ്സെറ്റിനാണെങ്കിൽ $200 മുതൽ $400 വരെ ആനുവൽ ഫീ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, ഓഫ്സെറ്റ് അക്കൗണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ എമർജൻസി ഫണ്ട്, ഹോളിഡേ ഫണ്ട്, അങ്ങനെ അഡീഷണൽ ആയി നിങ്ങളുടെ കയ്യിൽ എല്ലാ ഫണ്ടും ഈ ഓഫ്സെറ്റ് അക്കൗണ്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പലിശ കുറയ്ക്കുകയും ചെയ്യും. ഏത് സമയത്ത് നിങ്ങൾക്ക് ഈ മണി അവൈലബിൾ ആയിരിക്കും. വേറാസ് റീഡ്രോ അക്കൗണ്ടിലാണെങ്കിൽ ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പണം തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ഓഫ്സെറ്റ് അക്കൗണ്ടിന്റെ ആനുവൽ ഫീ ലാഭിക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വെറും $7,000 നിങ്ങളുടെ ഓഫ്സെറ്റ് അക്കൗണ്ടിൽ ഇടുക. ഈ പണം നിങ്ങൾക്ക് പലിശ ഇനത്തിൽ നിന്ന് ലാഭിക്കാൻ പറ്റും. ഇനി ഹോം ലോൺ ഉള്ള ഒരാൾ ഒരിക്കലും സേവിങ്സ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കരുത് എന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ $50,000 ഉണ്ടെന്ന് വെക്കുക. ഈ $50,000 നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ 4% പലിശയിൽ നിങ്ങൾക്ക് വർഷത്തിൽ കിട്ടുന്നത് $2,000 ആണ്. 30% ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നത് $1,400 മാത്രമാണ്. എന്നാൽ ഈ $50,000 $5 ലക്ഷം ഹോം ലോണിന്റെ ഓഫ്സെറ്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ 5.84% പലിശ നിരക്കിൽ നിങ്ങൾക്ക് ആനുവലി സേവ് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം $3,000 ആണ്. ഈ $3,000 നിങ്ങൾ പലിശ ഇനത്തിൽ സേവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യവുമില്ല. ഇങ്ങനെയാണ് സ്മാർട്ടായി ഒരു ഓഫ്സെറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ഹോം ലോൺ വളരെ വേഗത്തിൽ നിങ്ങൾ അടച്ചു തീർക്കാൻ ശ്രമിക്കേണ്ടത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. നന്ദി, നമസ്കാരം.